പിന്നെ വണ്ടി ഫ്രീ ആയിട്ട് ഓടണ്ടേ? അതൊരിക്കലും നടക്കില്ലല്ലോ. അവർക്ക് ഈ ഇലക്ഷന് വോട്ട് കിട്ടാൻ മാത്രം അവർക്ക് എന്തും പറയും. KSRTCയെ തകർക്കാനേ അത് ഉപകരിക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. KSRTC തട്ടുമ്പുറത്തോട് കയറുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഇനിയും ആ പ്രസ്ഥാനം കൊണ്ടുകൊണ്ട് പോവുള്ളൂ. നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് കട്ടപ്പനയിലാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞു. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് UDF വൻ ഭൂരിപക്ഷത്തിൽ കേരളം പിടിച്ചടക്കി എന്നതാണ്. 10 വർഷത്തെ ഭരണ തുടർച്ച ഇനി ഒരു മൂന്നാം ഊഴത്തേക്ക് വഴിവെക്കാതെയാണ് UDF ഇത്തരമൊരു വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത്. UDF ഭരണത്തിൽ വരുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞായിരുന്നു. അതായത് സ്ത്രീകൾക്ക് KSRTCയിലെ സൗജന്യ യാത്ര, അതുപോലെ കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ നൽകുന്നത്, പെൻഷൻ, ക്ഷേമ പെൻഷൻ 3000 രൂപയായിട്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ പറയുകയുണ്ടായത്. ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെക്കുറിച്ചാണ്. അപ്പം ഈ സൗജന്യ യാത്ര നിലവിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഇതിന് ഭവിഷ്യത്തുകൾ ഉണ്ടാകും, സമൂഹത്തിൽ ഇത് എങ്ങനെ ബാധിക്കും, KSRTC വീണ്ടും കട്ടപ്പുറത്തേക്ക് കയറുന്ന ഒരു അവസ്ഥ നിലവിൽ വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജനം ഉറ്റുനോക്കുന്നത്. ഈ ഒരു കാര്യം കട്ടപ്പനയിൽ നിന്ന് നമുക്ക് എന്താണ്, കട്ടപ്പനയിലെ ജനങ്ങൾക്ക് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ KSRTCയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അത് സൗജന്യ യാത്രയാണല്ലോ. അപ്പോൾ ആ ഒരു വിധത്തിൽ ആ ഒരു കാര്യം ഇപ്പോൾ KSRTCയിൽ സൗജന്യ യാത്ര എന്ന രീതിയിൽ അതൊരു നടപടിയാകുന്ന കാര്യങ്ങളാണോ, അതൊരു വിജയത്തിലെത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റും. വിജയത്തിലെത്തുന്നതിന് ആ ഒരു കാര്യത്തിൽ വിജയത്തിലെത്തുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഈ കാര്യത്തിൽ മുൻഗണന വേണമെന്ന് തോന്നില്ലേ? അങ്ങനെ മുൻഗണന വേണമെന്നോ, അത് നടപടിയുള്ള കാര്യമല്ല. കാരണം KSRTCയിൽ സൗജന്യമായിട്ട് എല്ലാവർക്കും യാത്ര അനുവദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം അത് ഒരിക്കലും അത് മുന്നോട്ട് പോവുകയില്ല എന്ന് തന്നെ വിചാരിക്കുന്നതാണ്. ആ കാര്യത്തിൽ അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ UDF പ്രകടന പത്രികയിൽ വരാൻ കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയ ചില വികസന പ്രവർത്തനങ്ങളും ചില കാഴ്ചപ്പാടുകളും കണ്ടിട്ടാണ്. അത് 1600 രൂപയായിരുന്ന പെൻഷൻ 2000 രൂപയും അത് 2500 രൂപയിലേക്ക് ഉയർത്തിയപ്പോൾ അത് യാഥാർത്ഥ്യമാകില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കൊടുക്കാൻ പറ്റൂ എന്ന് ചോദിച്ച UDFൻ്റെ നേതൃത്വമാണ് ഇപ്പോൾ KSRTCയിൽ സൗജന്യ യാത്ര, അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു നോക്കുന്നത്. ശരിക്കും ജെൻസി കുട്ടികൾക്ക്, ജെൻസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആദ്യമായിട്ട്, അതായത് പഠനം പൂർത്തിയാക്കി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് 1000 രൂപ ഈ ലോകത്ത്, ഈ രാജ്യത്ത് ആദ്യം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കോപ്പി അടിച്ചു. പക്ഷേ KSRTCയിൽ സൗജന്യ യാത്ര, വനിതകൾക്ക് സൗജന്യ യാത്ര പ്രായോഗികമാകുമോ ഇല്ലയോ എന്നൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം KSRTC എന്ന് പറയപ്പെടുന്നത് നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥാപനം കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെയും ആ വകുപ്പ് ഭരിച്ച മന്ത്രിമാരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അതൊന്ന് പച്ച പിടിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിൽ KSRTCയെ തകർക്കാനേ അത് ഉപകരിക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. നമുക്കെന്നാണേലും അവർ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനം നടത്തട്ടെ, അത് കണ്ടിരുന്ന് കാണാം. പക്ഷേ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് വൃത്തിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ UDFൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ പ്രതിസന്ധിയാക്കിയിരുന്ന KSRTC പോലുള്ള പൊതുഗതാഗത സംവിധാനത്തിൽ അതിനെ ഇല്ലാതാക്കല് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് നോക്കുന്നത്. KSRTC തട്ടുമ്പുറത്തോട് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവർ ഭരിച്ച കാലങ്ങളിൽ KSRTC വൻ കടത്തിൽ പോയതാണ്. പുതിയൊരു മന്ത്രിസഭ 10 വർഷക്കാലം ഇരുന്ന കാലം കൊണ്ട് ഗണേഷ് കുമാർ വന്ന കാലത്ത് നല്ല രീതിയിൽ അത് പ്രവർത്തനം കാഴ്ചവെക്കുകയും KSRTC ലാഭത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അത് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ അത് വെറും തെറ്റായ ഒരു കാഴ്ചപ്പാട്. തമിഴ്നാട്ടിൽ പുരുഷന്മാർക്ക് മുൻഗണന കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അവർ സ്ത്രീകൾക്ക് മുൻഗണനാ ക്രമത്തിൽ അവർ KSRTCയിൽ സൗജന്യ യാത്ര ചെയ്യുമ്പോൾ തന്നെ അത് നികുതിപ്പണം, നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ നികുതിപ്പണം കൊണ്ടാണ്. അത് ഇനിയും ആ പ്രസ്ഥാനം കുളം തോണ്ടി പോവുള്ളൂ. അത് ഇന്നുവരെ പരീക്ഷിക്കാത്തൊരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു സാമ്പത്തികം എത്രമാത്രം അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത് നിലവിൽ വന്നു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ നിലവിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുള്ളൂ. സ്ത്രീകൾക്ക് അത് കിട്ടുന്ന നല്ല കാര്യമായിട്ടാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് എത്ര പുരുഷന്മാരെ മാറ്റി നിർത്തുവാണ്. അപ്പോൾ പുരുഷന്മാർക്കും അതേ സ്വാതന്ത്ര്യം വേണമെന്ന് തോന്നില്ലേ? അപ്പോൾ പിന്നെ വണ്ടി ഫ്രീ ആയിട്ട് ഓടണ്ടേ? അതൊരിക്കലും നടക്കില്ലല്ലോ. അപ്പോൾ അതൊരു എന്നല്ല, എല്ലാവർക്കും ഒരു സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കണം തീർച്ചയായിട്ടും. അത് ഇത്ര പെർസെൻറ്റേജ് ആണ് പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ കേരളത്തിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സബ്സിഡിയായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ സർക്കാരിന് എന്തേലും നഷ്ടം വരും.
നഷ്ടം വരും. അപ്പൊ അത് വീണ്ടും കട്ടപ്പുറത്തേക്ക് കയറുന്ന ഒരു വീണ്ടും സാഹചര്യം കട്ടപ്പുറത്ത് കയറുന്ന സംശയമല്ല നമുക്ക് ഉണ്ടാകുന്നത്. ഉണ്ടാകും. അത് നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പറ്റില്ല. നമുക്ക് പഴയ പോലെ തന്നെ കാശ് മേടിക്കുക, ആളെ ഇറക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് പിന്നെ മേടിക്കുക. ഈ പ്രസ്ഥാനം ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത് അല്ലേ? അതെ അതെ, അതിന്റെ ഒരു പ്രസ്ഥാനത്തിന് നമുക്ക് ആവശ്യമില്ല. സ്ത്രീകൾക്ക് മാത്രം ഒരു മുൻഗണന ഇവിടെ കൊണ്ടുവരുന്നു, പുരുഷന്മാരെ മാറ്റി നിർത്തുന്നു, അങ്ങനെ തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എന്നുവെച്ചാൽ എല്ലാത്തിലും നമുക്ക് മുൻഗണന കൊടുക്കുന്നത് സ്ത്രീകൾക്ക് കൊടുക്കുന്നു. സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു മുൻഗണന എന്ന് പറഞ്ഞാൽ അതിന്റെ മുക്കാൽ ഭാഗം ആണുങ്ങൾക്ക് കൊടുക്കാമല്ലോ, കൊടുക്കാം. അത് ആരും ചെയ്യുന്നില്ല. അതൊരു ന്യായമായ കാര്യമല്ലേ? അപ്പം ഇപ്പം സർക്കാർ തന്നെ പറഞ്ഞു KTC പെണ്ണുങ്ങൾക്ക് സബ്ജിനായിട്ട് കൊടുക്കുന്നത്. സബ്ജിനായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സർക്കാരിന് എന്തേറെ കോടികളുടെ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആരും അറിയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നടപ്പിലാക്കുന്നല്ലോ, അപ്പൊ ഇവിടെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നടപ്പിലാക്കാന്ന് ഇവർ പറഞ്ഞു. അപ്പം നമ്മുടെ നോക്കാം, ഒരു മാസമായാലും അങ്ങനെ വണ്ടി ഓടായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിന് എന്തേരം നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പുതിയ സർക്കാർ കയറാൻ പോകുന്നു, നാളെ മുതൽ അധികാരത്തിൽ വരാൻ പോകുന്നു. അധികാരത്തിൽ വന്നു കഴിയുമ്പോഴോ അതിലും കൂടുതൽ നഷ്ടമല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇപ്പം കയറുന്ന സർക്കാർ അങ്ങനെ ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ കൂടെ പോട്ടെ എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഭവിഷ്യത്ത് സമൂഹത്തിനുണ്ടാകുകയല്ല, നാട്ടുകാർക്ക് ഗുണം ചെയ്യും. പക്ഷേ ഈ പ്രസ്ഥാനം ഓടിപ്പോകത്തില്ല. KSRTC ഓടിപ്പോകത്തില്ല. അത് KSRTC നഷ്ടത്തിലാകും. ഇതിനെക്കാട്ടി കൂടുതൽ തൊഴിലാളിക്ക് പൈസ കൊടുക്കാൻ കാണുകയില്ല. അത് ആകെപ്പാടെ നശിച്ചു പോകും, യാതൊരു സംശയവും. KSRTC വീണ്ടും കട്ടപ്പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ വരും. സ്ത്രീകൾക്ക് മുൻഗണന നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ സ്ത്രീകൾക്ക് മുൻഗണന നൽകണം, അതാണ് ലക്ഷ്യം. അത് കഴിഞ്ഞ് സ്ത്രീകൾക്ക് മൊത്തത്തിൽ സൗജന്യയാത്ര നൽകുമ്പോഴത്തേക്ക് KSRTC പിന്നെയും കട്ടപ്പുറത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം അല്ല, മൊത്തത്തിൽ അങ്ങനെ നൽകുകയില്ലായിരിക്കും. അതിനകത്ത് എന്തെങ്കിലും വ്യവസ്ഥ കാണുമല്ലോ, കാണും. മൊത്തത്തിൽ അങ്ങനെ നൽകാൻ പറ്റില്ലല്ലോ. ഒരു പരീക്ഷണം നടപ്പിലാക്കി നോക്കുന്നത് നല്ലതാണ്. പരീക്ഷണം നടത്തുന്നത് നല്ലതാണ്. സൗജന്യമാണെന്ന് പറഞ്ഞു. അതിപ്പോൾ അവർ വന്ന് സൗജന്യം കൊടുക്കുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ ആരാ കാണേണ്ടത്? അതങ്ങനെ യാത്ര ഇങ്ങനെ സൗജന്യമായി വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമാണെന്നാ പറയുന്നത്. അപ്പോൾ പുരുഷന്മാരെ എന്ത് ചെയ്യും? പുരുഷന്മാർ നടന്നു പോകണം. സ്ത്രീകൾ അവർ സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകളെ ബസ്സിന് കൊണ്ടുപോകും. പുരുഷന്മാർ റോട്ടിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളെ പോലെ നടന്നു പുരുഷന്മാർക്ക് അവർക്ക് ഈ ഇലക്ഷന് വോട്ട് കിട്ടാൻ മാത്രം അവർക്ക് എന്തും പറയും. അല്ല, ഇത് ശരിക്കും പ്രാവർത്തികമായി കഴിഞ്ഞാൽ KSRTC എന്ന പ്രസ്ഥാനം നശിക്കും എന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഈ ഇതുപോലുള്ള ഭരണമല്ലേ, ഈ പെൻഷൻ പൈസ വരെ മുടങ്ങിക്കിടന്നതെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നപ്പോഴാണ് അതിന്റെ കുടിശ്ശിക ചേർത്ത് എടുത്തതൊക്കെ. KSRTC പൂട്ടേണ്ട ഒരു അവസ്ഥ നിലവിൽ വരുമോ? വരും. അപ്പം അതൊരു വൻ പരാജയമായിരിക്കും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കരുത് എന്നാണോ? അതെ. സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര അതത്ര നല്ല കാര്യമല്ലല്ലോ. സ്ത്രീകൾക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്ത്രീകൾക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പുരുഷന്മാർക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല, പുരുഷന്മാർക്ക് ഇവിടെ ഒരു മുൻഗണന ഇല്ലാന്ന് തോന്നില്ലേ? ഇല്ല, തോന്നുന്നില്ല. ഞാൻ അഭിപ്രായത്തെ യോജിക്കുന്നു. സ്ത്രീകളാണ് അവർക്കാണ് ആവശ്യം, അവർക്കാണ് സുരക്ഷിത കൊടുക്കേണ്ടത്. അപ്പൊ ഈ KSRTC സൗജന്യ യാത്ര വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതെ, സ്ത്രീകൾ പൊക്കോട്ടെ. ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ പരാജയമായിരിക്കും. അത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഇപ്പൊ ഇന്നലെ കണക്കൊക്കെ തുടങ്ങണ്ടേ, അത് നല്ല കാര്യമാണ്. ഒന്നാം നഷ്ടത്തില്ല. പിന്നെ ഇവിടെ കേരളത്തില് ഈ സ്ത്രീകൾക്ക് ഈ സൗജന്യ യാത്ര കൊണ്ട് ആർക്ക് തമിഴ്നാട്ടിലുണ്ട് 20 പോയിന്റേ ഉള്ളൂ. തമിഴ്നാട്ടിൽ നടക്കുന്ന പോലെ ഇവിടെ നടക്കുമോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത്. സ്ത്രീകൾക്ക് മാത്രം മുൻഗണന, പുരുഷന്മാർക്ക് മുൻഗണനയില്ല. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ കാര്യമില്ല, KSRTC നഷ്ടമായിട്ട് കൂടുള്ളൂ. അത്ര പുരുഷന്മാരും കയറിയില്ല, സ്ത്രീകൾ മാത്രം കയറിയില്ല. നഷ്ടമാകും. അതെ, അത് മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാകുന്ന പോലെ ഇവിടെ പ്രാവർത്തികമാവണമെന്നില്ല എന്നുള്ളൊരു കാര്യമാണല്ലേ? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെ നടക്കണമെങ്കിൽ അതുപോലുള്ള ഭരണകക്ഷികളും നേതാക്കന്മാരും എല്ലാം ഒരുപോലെ ആയിരിക്കണം. അത് കഴിച്ച് നിയന്ത്രിച്ച് നടത്താനുള്ള കഴിവ് അവർക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടപ്പിലാവൂ. അല്ലാതെ ഇവർ ചുമ്മാ വെട്ടിവിളിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല.